ഇന്ന ദിവസം നോമ്പുതറയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു റെസിപ്പി വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ വെള്ളത്തിലിട്ട് വെച്ച കടല നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും ഉപയോഗിക്കുന്നത് വെള്ളക്കടലയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ ബ്രൗൺ കളർ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു സവാള, ഒരു പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം ഒഴിക്കാണ്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കരുത്. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലുള്ള വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഫലാഫൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ്, സ്നാക്സാണ്. അപ്പോൾ ആ ഒരു ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളുടെ ആ വെള്ളക്കടല ഉണ്ടല്ലോ, ചിക്ക് പീ, അതുപോലെ ചനാദാൽ എന്നൊക്കെ പറയുന്ന ആ കടല കൊണ്ടാണ് ഇത് ശരിക്കും ഉണ്ടാക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ കളർ കടല കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇനിയിപ്പോൾ അത് ആ ചൂടായ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അകം വേവും ഇല്ല, പുറം വേവും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ